ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 26. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കിൽ സോണിനെ കുറിച്ചാണ്. ICTയിൽ കിൽ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പഠിക്കാം. അതേപോലെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഫോറക്സ് മാർക്കറ്റിലെ സെഷൻസിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് സെക്ഷനെ കുറിച്ച് ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സെക്ഷൻ ഉണ്ട്. ആ 4 സെക്ഷനെ കുറിച്ച് ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ, അതായത് ഇന്ത്യൻ ടൈമിങ്ങിൽ ഏത് ടൈമാണ് ഈ സെഷൻസ് പ്ലേ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ സൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ICTയുടെ കിൽ സോണിൻ്റെ ടൈമിനെ കുറിച്ചാണ്. എങ്ങനെ ആ ടൈമിൽ എൻട്രി എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറയുന്നതാണ്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അതിൻ്റെ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ICTയുടെ കിൽ സോൺ ടൈമിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ICTയുടെ കിൽ സോൺ എന്താണെന്ന് പറയാം. നോർമലി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ഈ പ്രൈസ് ആക്ഷൻ്റെ സമയത്ത് നമ്മൾ ആ ടൈം പ്ലേ ചെയ്യുന്ന പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ICTയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ആക്ഷന് ഇമ്പോർട്ടൻ്റ് ഉള്ള പോലെ തന്നെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും അല്ലെങ്കിൽ ഒരു ടൈം സോണിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടാവുക. ഒരു ഇന്ന ടൈം തൊട്ട് ഇത്ര ടൈം വരെയുള്ള ഒരു എൻട്രി ടൈമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എൻട്രീസും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഏതൊക്കെയാണ് ആ ടൈം കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് വീഡിയോസിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോട്ട് തയ്യാറാക്കുക. അതേപോലെ തന്നെ നോട്ടോ കാര്യങ്ങളോ തയ്യാറാക്കുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ എടുത്തു വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ടൈം സോൺ നമുക്ക് പഠിക്കാം. ഞാൻ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ കാര്യമെല്ലാം ഞാൻ അവസാനം പറയുന്നതാണ്. പക്ഷെ നമുക്ക് ബേസിക് ആയുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 4 സെക്ഷൻസ് ആണുള്ളത്: സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്, അല്ലേ? നമുക്ക് ICTയിലേക്ക് വരുന്ന സമയത്ത് 4 സെക്ഷൻസ് ആണുള്ളത് ഫോറക്സിൽ. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഏഷ്യൻ സെഷനാണ്. പിന്നെ ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെക്ഷൻ, ലണ്ടൻ ക്ലോസ്. ഈ 4 സെക്ഷൻസ് ആണ് നമ്മൾ കിൽ സോൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ആദ്യം നമുക്ക് ഏഷ്യൻ സെഷൻ്റെ ടൈമും കാര്യങ്ങളും മാർക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഈ ഇൻഡിക്കേറ്റർ ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20. താഴെ നോക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം കാണാൻ പറ്റും. ഓക്കെ, 20 എന്ന് പറഞ്ഞ ടൈമിങ്ങിലാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ടാവും. നിങ്ങൾ ഏതാണോ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അവിടെ പോയിട്ട് നിങ്ങളുടെ ടൈം സോണ് UTC-4 ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് ടൈം ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നിങ്ങളുള്ളത് ഇപ്പോൾ +5:30 എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. ഓക്കെ, UTC+5:30 കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ട് ടൈം വിൻഡോയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ടൈം എത്രയാണ്? 18:40. ഓക്കെ, ഓൾമോസ്റ്റ് ആ ടൈം തന്നെ ഉള്ളത്. 5 മിനിറ്റ്സ് സ്കാനിൽ ക്ലോസ് ആകാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 45 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം വിൻഡോയിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. അത് മാറ്റിയിട്ട് നിങ്ങൾ ന്യൂയോർക്ക് കിൽ സോൺ ടൈം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് ടൈമിലായിരിക്കണം നോക്കേണ്ടത്. നിങ്ങൾ ഏതൊരു രാജ്യത്താണെങ്കിലും ട്രേഡിങ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത് ന്യൂയോർക്ക് ടൈമിൻ്റെ ബേസിലായിരിക്കും. നമ്മളിപ്പം നോക്കാൻ പോകുന്ന എല്ലാ ടൈമിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ന്യൂയോർക്ക് ടൈമിൻ്റെ ബേസിലായിരിക്കും. നമ്മളിപ്പോൾ ഉള്ള ഏത് കൺട്രിയിലാണോ ആ കൺട്രീൻ്റെ ബേസിലായിരിക്കില്ല നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. ഐ മീൻ ടൈം സോൺ സെറ്റ് ചെയ്യുന്നുണ്ടാകുക. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ കൺട്രി ഉള്ളത് ആ ഒരു കൺട്രീൻ്റെ ടൈം ചാർട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ഏതാണോ ടൈം ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. UTC-4 ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 20 പറഞ്ഞൊരു ടൈമിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂയോർക്ക് ടൈമിൻ്റെ ബേസിൽ. ഓക്കെ, എന്നത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 00 ടൈമിങ്ങിലാണ്. കണ്ടോ, താഴെ വരുന്ന സമയത്ത് താഴെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ. ഓക്കെ, 00 ടൈമിങ്ങിലാണ് അവസാനിക്കുന്നത്. ഏഷ്യയുടെ ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 to 00 ടൈമിങ് വരെയാണ് ഏഷ്യൻ്റെ ഒരു ടൈം വരുന്നത്. നമുക്കതൊരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമുക്കത് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ടൈം വിൻഡോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ഞാൻ ഇതിൻ്റെ കളറും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഏഷ്യൻ സെഷൻ കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് നമുക്ക് ലണ്ടൻ സെഷനാണ്. നമുക്ക് ലണ്ടൻ സെഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 o'clock ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മുതൽ 5 വരെയാണ് ന്യൂയോർക്ക് സെഷൻ്റെ ടൈമിംഗ് വരുന്നത്.
കിൽ സോണായിട്ട്. ഓക്കെ, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് 20 to 00 ലണ്ടൻ വരുന്ന സമയത്ത് 2 മുതൽ 5 വരെയാണ്. ഞാൻ ആ ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെയാണ് ആ ടൈം മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ചാർട്ടിൽ മാനുവലി. എല്ലാതെയും നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് ആ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ഒരു കളർ കൊടുക്കാം. ഇനി അടുത്തുള്ള ഏതാണ് സെക്ഷൻ? അടുത്ത നമുക്കുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ ന്യൂയോർക്കാണ്. ന്യൂയോർക്ക് കിൽ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നത് 10 o'clock ക്ലോസ് ചെയ്യുന്നത്. ഞാൻ അതൊരു കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ ഇതാണ് ഏരിയ വരെ. ഓക്കെ, ഇതിനൊരു കളർ ഞാൻ റെഡ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ ക്ലോസ് ആണ്. ലണ്ടൻ ക്ലോസിന്റെ ടൈം വെച്ച് കഴിഞ്ഞാൽ 10 മുതൽ 12 വരെയാണ് ലണ്ടന്റെ ക്ലോസ് വരുന്നത്. അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെയാണ് ആ ടൈം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതിന്റെ കളറും കൂടി ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളർ നമുക്കൊരു ഗ്രീൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് 4 സെഷൻ ഉണ്ട്. സെഷൻസ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് ഏഷ്യൻ സെഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം മാത്രം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 20 to 00 ടൈമിംഗ് വരെയാണ് വരുന്നത്. നമുക്ക് അടുത്തത് ലണ്ടൻ ആണ് വരുന്നത്. ലണ്ടൻ കിൽ സോണിന്റെ ടൈം വെച്ചാൽ 0 to 2 മുതൽ 5 വരെയാണ് വരുന്നത്. ഓക്കെ, 2 o'clock to 5 വരെയാണ് ലണ്ടൻ കിൽ സോണ് ടൈം വരുന്നത്. ന്യൂയോർക്ക് ടൈമിലാണ് ഇതെല്ലാം പറയുന്നത്. അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് ടൈമാണ്. ന്യൂയോർക്ക് ടൈം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 7 to 10 ആണ്. ഓക്കെ, ഇവിടെ ഒരു 0 കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കുള്ള ടൈം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് ലണ്ടൻ ക്ലോസിൻ്റെ ടൈം വെച്ച് കഴിഞ്ഞാൽ 10 to 12 ആണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ടൈം സോൺ ഉണ്ട്. ഈ ഒരു ടൈം സോണിൽ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും പ്ലേസ് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു ഏരിയ ആണ് ഞാനത് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഏഷ്യ ഉണ്ട്. ഏഷ്യ വരുന്നത് 20 to 00 വരെയാണ്. അതേപോലെ ലണ്ടൻ പ്ലേ ഔട്ട് ചെയ്യുന്നത് 2 മുതൽ 5 വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ടൈം വിൻഡോ ഉണ്ട്, അത് നമുക്ക് പറയാം. അതിന് ശേഷമുള്ളത് ന്യൂയോർക്കാണ്, 7 to 10 ആണ്. അതിനുശേഷം നമുക്ക് അവസാനമായിട്ടുള്ള കിൽ സോൺ എന്ന് വെച്ചാൽ ലണ്ടൻ ക്ലോസ് ആണ്. ഓക്കെ, ഈ ഒരു ടൈം സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 5 ശേഷം 7 ഇടയ്ക്ക് 2 മണിക്കൂറുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ ലഞ്ച് ടൈം ആയിട്ടായിരിക്കും കണക്ക് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ടൈമിൽ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും ICTയുടെ ബേസിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും ട്രേഡോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യുന്നുണ്ടാവില്ല. വളരെ റെയർ ആയിട്ടുള്ള സിനോറിയയിൽ മാത്രമേ നമ്മൾ ട്രേഡും കാര്യങ്ങളും നോക്കുന്നുണ്ടാവുള്ളൂ. അതേപോലെ ഈ ഒരു ഏരിയ നമുക്ക് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാനും ഒരു കൺസോളിഡേഷൻ ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ അവോയ്ഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഏരിയാസിൽ അതായത് ലണ്ടൻ ന്യൂയോർക്ക് ടൈമിലായിരിക്കും നല്ല രീതിയിൽ വോളിയം വരുന്നുണ്ട്. ഇതൊരു മൺഡേ മാർക്കറ്റാണ്, അതുകൊണ്ടാണ് ചെറിയൊരു ചോപ്പി ആയിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടൈം സോൺ നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ടോ കാര്യം എടുത്ത് വെക്കുക. നിങ്ങൾ ചാർട്ടിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. ഇപ്പം ഞാനിവിടെ ഒരു ടൈം വിൻഡോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പോയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഒന്നുകിൽ കളറിന് ആഡ് ചെയ്യാതെ തന്നെ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം പോയിട്ട് ഇപ്പോൾ നിങ്ങൾ ഏതാണോ രാജ്യം ഉള്ളത്, ഞാൻ ഇവിടുത്തെ ടൈമും കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പം പുറത്ത് ഏതെങ്കിലും കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പം നിങ്ങൾ ഓൾറെഡി ഇത് ന്യൂയോർക്ക് ടൈം ബേസിൽ സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളെ രാജ്യത്ത് ഏതാണോ ടൈം സോൺ ഉള്ളത്, നമ്മളിവിടെ കൊൽക്കത്ത പോലെ തന്നെ അവിടെ സെർച്ച് ചെയ്ത് നോക്കാം ഏതാണോ ടൈം സോൺ ഉള്ളത്. ടൈം സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ തന്നെ വ്യത്യാസം വരും ടൈംസിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെയുള്ള ടൈം നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ +5:30 കൊൽക്കത്തയുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് 11:30 തൊട്ട് 2:30 വരെയാണ് നമുക്ക് ലണ്ടൻ്റെ ടൈമിംഗ് വരുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ ന്യൂയോർക്ക് വരുന്നുണ്ടാകുന്നത് 4:30 തൊട്ട് ഒരു 7:30 വരെയിലായിരിക്കും നമുക്ക് ന്യൂയോർക്ക് ടൈം ഉണ്ടാകുന്നുണ്ടാവുക. മെയിനായിട്ട് ട്രേഡ്സും കാര്യങ്ങളും ഉണ്ടാകുന്നത് ലണ്ടനും അതേപോലെ തന്നെ ന്യൂയോർക്കും ആയിരിക്കും.
ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് ഈ സെക്ഷൻ ബേസ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്നെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞാൽ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വരുന്ന കിൽ സോണിൻ്റെ ടൈമിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ എൻട്രീസും കാര്യങ്ങളും നോക്കുന്നുണ്ടാവും. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ എടുത്തൊരു ട്രേഡാണ്, അതിനെ ഡെമോസ് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ നമുക്ക് ഏഷ്യൻ്റെ ലോ അല്ലേ, ഈ ഒരു ഏഷ്യൻ്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏഷ്യൻ ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്യാം. ഏഷ്യൻ ലോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ MSSനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ, ആ ഒരു രീതിയിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു MSS ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഞാൻ MSS എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ തന്നെ 50% ഏരിയ വരെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനതൊരു ഗ്രീൻ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയാസിന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ 50% അല്ലെങ്കിൽ ഓപ്പണിങ്ങോ എൻട്രി ആയിട്ട് ഈ ഒരു ഏഷ്യൻ ഹൈ ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ വരെയായിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളൊരു പ്ലേ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഏഷ്യയിൽ ഒരു കൺസോളിഡേഷൻ ആയിട്ടും ലണ്ടൻ ഒരു മാനിപ്പുലേഷൻ ആയിട്ടും അതേപോലെ ന്യൂയോർക്ക് ഒരു കണ്ടിന്യൂഷൻ ആയിട്ടെല്ലാം നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയാസിൽ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു വോളിയത്തിൽ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയാസിനാലും വീണ്ടും നമുക്ക് ട്രേഡും കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയാസിന് ട്രേഡ് നോക്കിയിട്ട് ഈ ഒരു ഹൈ വരെ എല്ലാം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ട്രേഡും കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ട്രേഡ് പേഴ്സണലി എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം സെഷൻ വൈസ് പ്ലേ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഞാൻ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻഡിക്കേറ്റർ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ ഈ ഒരു ഏരിയയിലേക്ക് പോവാം. FXN ഏഷ്യൻ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു പേരിലാണ് നമുക്ക് കിട്ടുന്നുണ്ടാകുക. 4991 ആയിരിക്കും ഇതിൻ്റെ കോഡ് ഉണ്ടാകുക. ഓക്കെ, ഇത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ട്. ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുത്തേണ്ടി വരും. ഈ ഒരു ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലാബലും അതേപോലെ ലൈനെല്ലാം ഓൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ കുറച്ച് ലൈൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. ഈ ഒരു ഏരിയയിൽ കണ്ടോ, കുറച്ച് ലൈൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ബോക്സ് ആയിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സും കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ലൈന് കളഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ചാർട്ടിലേക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടൈമിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക്, ഞാൻ ഈ ടൈമിങ് മാറ്റുന്നുണ്ട്, ന്യൂയോർക്ക് ടൈമിലേക്ക് മാറ്റാം. ഇവിടെ നോക്കുന്ന സമയത്ത് 20 ഏഷ്യ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റാണ്. പക്ഷേ ക്ലോസ് കിട്ടിയുള്ള ടൈം നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 o'clock ആണ് ക്ലോസ് കിട്ടിയുള്ളത്. നമുക്ക് ഏഷ്യ ടൈം 00 ടൈമിങ് വരെയാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് ഇൻപുട്ടിലേക്ക് വരിക. ഏഷ്യയുടെ റേഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയാസിൽ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മോഡിഫൈയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടൈം സോണും കാര്യങ്ങളും എനിക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹൈയും ലോയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈയും ലോയും മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രമാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ടൈമിൻ്റെ വിൻഡോ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇപ്പം ട്രേഡ് എടുക്കുന്നത് ലണ്ടനിലാണെന്ന് വിചാരിക്കാം. ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ 2 ലൈൻസ് പ്ലോട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുക. ഇവിടെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യും, അതേപോലെ തന്നെ ഈ ഒരു 5 o'clock വിൻഡോയിലും ഈ ഒരു ഏരിയയിൽ ഞാൻ പ്ലോട്ട് ചെയ്തിടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലായിരിക്കും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാകുക. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രേഡിങ് സെറ്റപ്പ് എല്ലാം ചെയ്യാറുള്ളത്. നമുക്ക് ഇവിടെ എടുത്ത എൻട്രി പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയാസിലെ എൻട്രീസും കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എൻട്രി എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. പവർ ഓഫ് 3 പോലെയുള്ള എൻട്രി മെത്തേഡും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ടും ICT പഠിക്കാൻ വേണ്ടി, ICT വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.